ഹലോ ഗായ്സ്, ദിസ് ഈസ് അബീദ് 400. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം. അപ്പം ഇത്തവണ ഒരു മോട്ടോ വ്ളോഗിംഗ് ആണ് ഈ ഒരു ചാനലിൽ കൂടെ പറയുന്നത്. അപ്പം ഇതുവരെയായിട്ട് എൻ്റെ ചാനലിൽ ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു മോട്ടോ വ്ളോഗിങ് റൈഡ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തെറ്റുകളുണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനൊരു പ്ലാൻ ഇട്ടത്. ഇത്രയും നാളും കുറച്ച് ജോബും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതാ കാണാൻ പറ്റും, എൻ്റെ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റൈഡും കാര്യങ്ങളൊന്നും എല്ലാം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ടുമാറോ എല്ലാം കൊണ്ട് എനിക്കൊന്ന് ഫ്രീ ആയിട്ടുള്ള ടൈമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു റൈഡ് പോയാലൊരു പ്ലാനുണ്ട്. അപ്പോൾ റൈഡ് എന്ന പ്ലാൻ മനസ്സിൽ വന്നപ്പോഴേ ആദ്യം മനസ്സിലേക്ക് വന്ന സ്ഥലം ഉറുമ്പിക്കര തന്നെയാണ്. കാരണം ഉറുമ്പിക്കര എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ എന്നെ ആ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ വേറെ കേരളത്തിലൊരു സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അവിടുത്തെ ഓഫ് റോഡിങ്ങും ആ ഒരു മഴ സമയത്തുള്ള ഉറുമ്പിക്കരയുടെ ബ്യൂട്ടിയൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇപ്പോഴും ഒരു മഴ സമയമാണ്. സോ ഇപ്പോഴുള്ള ആ ഉറുമ്പിക്കര ഒന്ന് കാണണമെന്ന് എനിക്കൊരു പെട്ടെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ടുമാറോ എൻ്റെ യാത്ര ഉറുമ്പിക്കരയിലേക്കാണ്. ഇത്രയും നാളും ഞാൻ ഹിമാലയയിലാണ് ഉറുമ്പിക്കര പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ എൻ്റെ എക്സ്പൾസിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു റൈഡിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ശ്രമം മാത്രമാണ്. കാരണം എന്നെക്കൊണ്ട് ഒരു ഫുൾ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം ഞാൻ എപ്പോഴും ക്യാമറ ഓണാക്കുക മറന്നു പോകുന്നൊരു വ്യക്തിയാണ്. റൈഡ് സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നു പോകുന്നൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഞാൻ ഒട്ടും ഉറപ്പ് വരുന്നില്ല. എന്നിരുന്നാലും മാക്സിമം ഇത്തവണത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് പോകുന്ന വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ നാളത്തെ സ്വന്തം സഹചാരി എക്സ്പൾസ്, നമ്മുടെ സ്വന്തം എക്സ്പൾസ്. അപ്പോൾ എക്സ്പൾസിൽ ഞാൻ ഇന്നൊരു ഉറുമ്പിക്കര പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എക്സ്പൾസ് ഉറുമ്പിക്കര പോകുന്നത്. മാത്രമല്ല പ്രാക്ടീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫ് റോഡ് മോട്ടോക്രോസ് ടയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടയറിൻ്റെ പെർഫോമൻസ് എനിക്ക് അറിയാൻ പറ്റും ഈ റൈഡിൽ നിന്ന്. മാത്രമല്ല ഈ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രാക്ടീസ് സമയത്ത് വീണത് കാരണം ഈ വണ്ടിയുടെ ഹാൻഡിലിന് കുറച്ച് ബെൻഡുണ്ട്. കഴിഞ്ഞ റൈഡിൽ ഉള്ള ഒരു ചെറിയ ആക്സിഡൻറ്റ് കാരണം എൻ്റെ ഫ്രണ്ട് റിമ്മ് ബെൻഡുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു റൈഡ് എനിക്ക് ബോറാവാൻ തോന്നുന്നില്ല. കാരണം ഒരുപാട് നാൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു യാത്രയാണ്. അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുമാണ്. അപ്പം ഈ ഒരു ചെറിയ കാരണങ്ങൾ കാരണം ആ റൈഡ് എനിക്ക് ബോറാവുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാനെന്തായത് ഇവിടേക്ക് നിന്ന് പറയുന്നതെന്ന് തോന്നും. കാരണം ഞാനിത് ഇതുവരെയായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ല. നാളത്തെ റൈഡിൻ്റെ കാര്യം ഞാൻ ഇതുവരെയായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ല. സർപ്രൈസായിട്ട് രാത്രി നൈസായിട്ട് പറഞ്ഞിട്ട് നാളെ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാനുള്ള പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ വീട്ടിൽ നല്ല പയ്യ പുറത്തോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങി താഴെ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പം നമുക്കിനി നാളെ കാണാം, നാളെ മോർണിംഗ് കാണാം. ബൈ ബൈ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇത്തവണ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇത്തവണ എനിക്കൊന്ന് ഒരുപാട് നാളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരിക്കും. ഇത്തവണ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നതിൻ്റെ കൂടിയും വീട്ടിൽ അധികം എതിർപ്പൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അപ്പം നമ്മുടെ അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചടയമംഗലമാണ്. ചടയമംഗലത്ത് നമ്മുടെ കുറച്ചുകൂടെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പോയി നമുക്കിനി അവരെ ഒന്ന് കാണണം. ഓൾറെഡി ഇവിടെ മഴയുണ്ട്. അപ്പം മഴയുള്ളതുകൊണ്ട് ഫുള്ള് റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. അതായത് റൈഡ് ഒരു കാരണവശാലും ലാഗ് വരരുതെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം മഴ കാരണം നമുക്ക് റൈഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്. കാരണം നമുക്ക് ഈ ഒരു റൈഡിൽ ഒരു വൺ ഡേ റൈഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വൺ ഡേ റൈഡിൽ നമുക്ക് ഓരോ മണിക്കൂറിനും അതിൻ്റെതായ വിലയുണ്ട്. നമുക്കിവിടെ ഒരു 1 hour ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിക്കരയിൽ ഒരു 1 hour നഷ്ടമാവും. അതുകൊണ്ട് മാക്സിമം ടൈം സേവ് ചെയ്ത് പോകാനാണ്. ഇപ്പോൾ ടൈം അറൗണ്ട് ഒരു 3:30 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ 3:30ക്ക് മുമ്പേ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഏർലി മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പം ഇപ്പോൾ വീട്ടിലിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴും മനസ്സിൽ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ മഴ ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ മഴ ഉറുമ്പിക്കരയിൽ നിന്ന് കിട്ടണം. ആ ഉറുമ്പിക്കരയിലെ മഴ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു യാത്ര പോകുന്നത്. കാരണം ഉറുമ്പിക്കരയിൽ ആ മഴയത്തൊരിക്കൽ ഉറുമ്പിക്കര പോയിട്ടുള്ളവർക്ക് മാത്രമേ ആ ഉറുമ്പിക്കര മഴയത്തുള്ള ആ സൗന്ദര്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു സമ്മർ സീസണിൽ കാണുന്ന ഉറുമ്പിക്കര ആയിരിക്കില്ല മഴയത്ത് കാണുമ്പോൾ. മഴയത്ത് കാണുമ്പോൾ ഉറുമ്പിക്കരയുടെ ക്യാരക്ടർ എൻ്റയർലി ഡിഫറൻ്റ് ആണ്.
ആ സമയത്തുള്ള ഉറുമ്പിക്കര കണ്ടിട്ടുള്ളവർക്ക് അടുത്ത മഴ സമയത്ത് ഉറുമ്പിക്കര മിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഞാൻ അതിലൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഴ ഉറുമ്പിക്കര കിട്ടണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിപ്പോൾ എൻ്റെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് അങ്ങനെ ആ ഒരു വലിയൊരു ചടങ്ങ് കഴിഞ്ഞ് ഈ അച്ഛനമ്മമാർക്ക് പെൺമക്കളെ കെട്ടിച്ചു വിടുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മളെ പോലുള്ളവർക്കൊക്കെ ഒന്ന് ഫ്യൂല് ഫില്ല് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇനി കൂടുതൽ ലാഗൊന്നും വരുന്നില്ല. നമുക്കിനി അടുത്ത ചടമംഗലത്തേക്ക് പോകാം. ഇപ്പം ഓൾറെഡി ലേറ്റായി. മഴ കാരണമാണ് റൈഡ് ഇത്തിരി ഡിലേ ആണ്. കാരണം ഞാൻ പറഞ്ഞത് ടയറിൻ്റെ കണ്ടീഷൻസ്, ആ ടയർ വെച്ചിട്ട് ഈ വെറ്റ് റോഡ് ഹൈവേയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയെടുക്കാൻ ഒരു കോൺഫിഡൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തന്നെ കേൾക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വണ്ടി എൻ്റെ അഡാപ്റ്റർ ആൻഡ് മൈക്ക് സെറ്റപ്പുകളൊന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിൽ വിന്നോയ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിനി എപ്പോഴും നിർത്തുമ്പോൾ സംസാരിക്കാം. നമുക്കിനിപ്പോൾ റൈഡൊന്ന് കണ്ടിന്യൂ ചെയ്യാം. 4 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് മണിതായിപ്പം 5 മണിയായി. 5 മണിക്ക് എത്തിയ 2 നൻപന്മാർ. അഭിറാം കടമ്പാട്ട് കാണാം, ആൽക്കിമിസ്റ്റ് കടമ്പാട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മൾ അടൂരിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ പത്തനംതിട്ടയിലേക്ക് തിരിഞ്ഞു. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ വന്നൊരു ക്ലാസിക്കിൻ്റെ ബാക്ക് ടയറിൻ്റെ ഹബ്ബ് ഊരിപ്പോയി. അപ്പോൾ അത് കാരണം ആ ക്ലാസ്സിൽ കൂടെ വെച്ചിട്ട് ഇനി ഈ വണ്ടിയിട്ട് ഡബിൾസാണ് വരുന്നത്. അപ്പോൾ മാപ്പിട്ടോണേ. ആ ഒരു വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? പൊളിയാണ്. നല്ല കിടില ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ടെന്നാണ് പറയാൻ. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഉറുമ്പി ഹിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേട്ടില്ല? മഴയുണ്ട്. മഴ പൊളിയായിരിക്കും. അപ്പോൾ അതാണ് മദാമക്കുളം. ഓ, സംഭവം താഴെ നിന്നാണ് മറ്റേ വഴി തുടങ്ങണം കേട്ടോ. അത് കുറച്ചും കൂടെ ഓഫ് കയറിയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യണത്. അത് കുറച്ചും കൂടെ ഓഫുണ്ട്, താഴേന്ന് ഓഫുണ്ട്. ഇത് നമ്മൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ആ സ്ഥലം ഉറുമ്പിക്കര അത് ഏകദേശം എത്താറായി തുടങ്ങി. റൈഡ് സ്റ്റാർട്ട് ചെയ്യാറായി. നമുക്ക് മുന്നോട്ട് പോവാം.
സീനറി കാണിച്ചു തരാം കേട്ടോ. ഉറുമ്പിക്കര വന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സംഭവം. എന്ത് ബ്യൂട്ടിയാണെന്ന് നോക്കിയേ. പൊളി പൊളി. അവിടെ നിന്ന് സാന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പോവാം പോവാം. ആ കേട്ടോ പോരട്ടോ. ഓ സോറി. ഇവിടെന്നേ മറ്റേ ടീ എസ്റ്റേറ്റ് കഴിയണവരുള്ള ലോക്കൽസ് കുറച്ച് സീനാണ്. അതുകൊണ്ട് അതൊരു കുറച്ച് പയ്യെ പോണേ. നീ വന്നപ്പോൾ അയാൾ എന്നെ തെറി വിളിച്ച്. ഇനിയാണ് നമ്മുടെ ശരിക്കും ഓഫ് റോഡിങ് തുടങ്ങാൻ പോണ. ഇനിയാണ് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ആ ടീ എസ്റ്റേറ്റിൻ്റെ ആ പഴയ പൊളിഞ്ഞ ഫാക്ടറിയുടെ അവിടെ എത്തി. അപ്പോൾ ഇനിയായിരിക്കും നമ്മുടെ ശരിക്കും ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് കയറാനാണ് പ്ലാൻ. അപ്പം പിന്നെ ഞാൻ ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ട്രിപ്പിൽ കുറച്ച് ഫണ്ണി സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ ഫണ്ണി സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ലഗേജ് ബോക്സിനകത്ത് ഇരിക്കുന്ന. ഇതിനകത്ത് ഒരു സാധനമുണ്ട്. ഇത് കാരണം ഇന്ന് ഈ ട്രിപ്പ് ഫുള്ള് കോമഡി ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ കോമഡി ഐറ്റം ഈ ബാഗിനുള്ളിലാണ്. നീ കണ്ടാ ഞെട്ടും. സാധനം കണ്ടാ ഞെട്ടും. ഞാൻ ബൂട്ടൊക്കെ ഇട്ടണോ വന്നത്. കണ്ട, ഇതാണ് ആ ഐറ്റം. എന്താവോ എന്തോ. തെന്നുമായിരിക്കും. ഓ അത് മറ്റേ പ്രാക്ടീസ് ചെയ്തത്. അതാണ് പറഞ്ഞ തെന്നി വീഴുമെന്ന്. പക്ഷെ എനിക്കിതിട്ട് നടക്കാൻ പഠിക്കണം. ഈ സാധനം നടക്കാൻ പഠിക്കാൻ വന്ന സ്ഥലം കൊള്ളാം, ഉറുമ്പിക്കര. ഞാൻ പിന്നെ പടവം പ്രതീക്ഷിച്ച് തന്നെ വന്നത് ഇന്ന്. വീണേ പഠിക്കൂ. ഓ വാക്കിംഗ് മോഡും ഉണ്ട്, സ്ലീപ്പിംഗ് മോഡുണ്ട്, സൈലന്റ് ഉണ്ട്, ഫ്ലൈറ്റ് മോഡും ഉണ്ട്. ഫ്ലൈറ്റ് മോഡ് പറക്കും. ഞാൻ കോമഡി ആയി. ഗിയറ നീ എൻ്റെ പില്ലിയണായിട്ടിരുന്നോ? സെറ്റായിരിക്കും. വണ്ടി വീഴുമ്പോൾ ഒരു സ്റ്റാൻഡും കൂടി ഇരുന്നോട്ട് കാല് കുത്താൻ. കയറുമെന്ന് തോന്നുന്നു. എക്സ്പൾസിൽ പില്ലിയൻ ഒരു വിധം കയറും. അങ്ങനെ ഇടാം. മിക്കവാറും അതിന് തന്നെ കൊള്ളാൻ തോന്നിയത്. വീട്ടിലെ മറ്റേ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സേഫായിട്ട് വയ്ക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്കിതിട്ട് ബ്രേക്ക് കിട്ടാൻ പോലും ഇറങ്ങിക്കൂടെ. ഞാൻ ബ്രേക്കൊന്നും ചവിട്ടൂല. ഫ്രണ്ടിൽ പോകുന്നവൻ്റെ പള്ളാക്കി. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട ഗിയറപ്പൊക്കെ ചെയ്ത് ബൂട്ടൊക്കെ ഇട്ട് ഇനി എന്താവും എന്തോ. കഴിഞ്ഞ തവണ മുട്ടിന് താഴോട്ട് ഡാമേജ് ആണ്ട് ഇപ്രാവശ്യം മുട്ടിന് പാഡും ബൂട്ട്സും കൊടുത്ത്. മിക്കവാറും ഇപ്രാവശ്യം അപ്പർ ബോഡി ആയിരിക്കും. എന്തായാലും കണ്ട തന്നെ അറിയണം. പോട്ടാ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഉറുമ്പിക്കരയിലേക്കുള്ള യാത്ര എല്ലാം വളരെ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ ഫണ്ണായിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് വേറെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ബൂട്ട്സ് യൂസ് ചെയ്താണ് കയറുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബൂട്ട്സ് യൂസ് ചെയ്ത് ഒരു കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് തന്നെ ട്രൈ ചെയ്യുന്നത്. ബൂട്ട്സ് യൂസ് ചെയ്ത് നടക്കാൻ പോലും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നടക്കാൻ പഠിക്കാൻ പോണത് ഈ ഉറുമ്പിക്കരയിലാണ്. ഈ നോക്ക്, എനിക്ക് ഗിയർ മാറാൻ പോലും ഒരു ഐഡിയ ഇല്ല ഇത് വെച്ചിട്ട്.
അപ്പം എന്തായാലും പൊളി ട്രിപ്പായിരിക്കുമെന്ന് മനസ്സ് പറയുന്നു. കപ്പോട് കപ്പായിരിക്കും. പിന്നെ കപ്പ് പ്രതീക്ഷിച്ചാണ് വന്നത്, അതുകൊണ്ട് അതിനോട് എനിക്കൊരു മടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കണ്ടു തന്നെ നോക്കാം. ക്ലൈമറ്റ് വിഷയം ക്ലൈമറ്റ്. പോവാം, പൊളിക്കല്ലേ. നോക്കേ, ക്ലൈമറ്റ് ഒന്നും പറയാനില്ല. ഓൾറെഡി പിന്നെ വെള്ളം എല്ലാം കൊണ്ടും ഇതിലെ മൂഡ് ഓഫ് റോഡിങ് ആയിരിക്കും. കഴിഞ്ഞ തവണ ഉറുമ്പിക്കര വന്നപ്പോൾ ഫുള്ള് സമ്മറായിരുന്നു, അപ്പോൾ അത് കാരണം എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. പക്ഷേ ദിസ് ടൈം പൊളി. ഇതാണ് ശരിക്കും ഉറുമ്പിക്കര. ഈ ഉറുമ്പിക്കരയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, മഴയത്തുള്ളൊരു ഉറുമ്പിക്കര. അതിനൊരു വേറെ ബ്യൂട്ടിയാണ്. കാരണം നമ്മൾ സമ്മറിൽ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൺസൂണിലുള്ള ഉറുമ്പിക്കര. എങ്ങനെ ഉണ്ടായിരുന്നു ഡബിൾസ് ഇരുന്ന് കയറി വന്നത്? നമ്മൾ ഡബിൾസിന്റെ മൂഡാണ് എക്സ്പ്രസ്സിൽ. പിന്നെ വാ, പവറാക്കാം വാ. അയ്യോ വീണേ, അയ്യോ. ആദ്യത്തെ പടവൻ എന്തൊക്കെയാ ഇവിടെ കാലെത്തിയില്ലേ? നട്ട ഇന്ന് കത്തിക്കുന്നുണ്ടോ? അങ്ങനെ തട്ടിക്കളഞ്ഞാൽ മതി. പെട്രോൾ ഇരിക്കുണ്ടേ, അതിപ്പോ ചരിഞ്ഞോണ്ട് വീണേടാ. കത്തിക്കല്ലേ, പെട്രോൾ ചരിഞ്ഞാണ്. ചരിച്ചപ്പം തട്ടിക്കളഞ്ഞാൽ ഇന്ന്. എങ്ങോട്ടാ പോയടാ? ആ അതാണ് കേട്ടോ, അത് പോയടാ. ഇങ്ങനെ പേടിക്കല്ലടാ. ഞാൻ അവിടെ എത്തിട്ട് നോക്കണേ എന്റെ 360 എവിടെയെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത്. അടിമാലി ഡോൺ. എയർ പ്രഷർ കുറച്ച് കുറയ്ക്കാം. പറഞ്ഞടാ, എടാ ആന ഇറങ്ങിടേ, ആന ഇറങ്ങി തിരിച്ചിറങ്ങി എല്ലാവരും. പേടിച്ചടാടാ, ഒറ്റയ്ക്ക് പേടിച്ചടാടാ വേണ്ടി മണ്ട ഇങ്ങോട്ട് തിരിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ആ കൊണ്ട് നിർത്തിയേക്ക് നോക്കിയാണ്. ആ സൂപ്പറാ, സൂപ്പർ. ഞാൻ ചെറുക്കണം നേരത്തോട്ട്. വാ
നമ്മളെ വണ്ടിയാണോ ഹോൺ അടിച്ചോ? ആര് വീണ് എൻ്റെ കുറച്ചിട്ടൊക്കെ സ്റ്റക്കായാ? കൊച്ചു പോയാ? പണി പാളിയല്ലേ? വണ്ടി കയറണ്ടായിരുന്നില്ല, ആഹാ ഗിയർ സ്റ്റക്കായി പോയാണ്. ഇപ്പൊ ലൂസായപ്പോഴാണ് ഗിയർ വീണത്. ടൈറ്റ് ആയല്ലേ? കുറച്ച് 5 മിനിറ്റ് കൂടെ റെഡിയാവും. എത്ര 100 150 ഉള്ളൂ, ഒന്നും കുഴപ്പമില്ല. ഓഫ് റോഡ് ആകുമ്പോൾ വീഴും. രണ്ടാമത്തെ ട്രിപ്പിൽ ഓടി ചെന്നിട്ട് അടിക്കാം. എന്നിട്ട് ഞാൻ റെഡ് ബുൾ അടിക്കാൻ വന്നാണോ നീ? ഓഫ് റോഡ് അടിക്കാൻ വന്നില്ലേ? സ്റ്റക്കായാ? ഏകദേശം പകുതിയായി അല്ലേ? ഏകദേശം പകുതിയോളം എത്തി. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഈ MX ബൂട്ട് യൂസ് ചെയ്ത് ഓഫ് റോഡ് കയറുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് വലിയ പേടിയായിരുന്നു, കാരണം ഇതെനിക്ക് കാല് വഴങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, കാരണം കാല് കുത്താൻ എത്തുമോ എന്നൊക്കെ. പക്ഷേ യൂസ്ഡായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് നല്ല കംഫർട്ടുണ്ട്. പക്ഷേ ആദ്യ സമയത്തുള്ള എനിക്കുള്ള കാലിലുണ്ടായിരുന്ന ആ പെയിനും കാര്യങ്ങളൊന്നും ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പകരം നല്ല കംഫർട്ടുണ്ട്. ഓഫ് റോഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് മുമ്പത്തേൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് എവിടെയും കുത്താം. അതായത് ഇപ്പോൾ നല്ല കുത്തനിരിക്കുന്ന കല്ലാണെങ്കിലും കുത്താം, കുഴിയാണെങ്കിലും പെട്ടെന്ന് തറയിൽ കുത്തിയാലും നമുക്ക് കാലുകളൊരു ഇമ്പാക്റ്റും അങ്ങനത്തെ ഇതൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആണ് ഓഫ് റോഡിൻ്റെ സമയത്ത്. പിന്നെ ആളെ രക്ഷയില്ല, ജില്ലനെയാണ് നിൽക്കുന്നത്. ടയർ ഒന്നും പറയില്ല, ടയർ പൊളി. ഓഫ് റോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർ മേടിച്ചോ, പൊളി. ആകെ ഞാൻ റോഡിൽ ഓടി വന്നപ്പോൾ ഭയങ്കര ഡിസ്കംഫോർട്ടായിരുന്നു, കാരണം മഴയും കൂടെ പെയ്തുകൊണ്ട് ഒരു 10-60 കിലോമീറ്റർ സ്പീഡിലേ വരാൻ പറ്റുന്നുള്ളൂ. നല്ല നല്ലതായിട്ട് വാരുന്നുണ്ടായിരുന്നു. നിങ്ങളിതെല്ലാം കാണുന്നുണ്ടോ? ഈ കാറ്റും മഴയും. ഇങ്ങനത്തെ ഉറുമ്പിക്കര കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഉറുമ്പിക്കരയാണ് ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത്, എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്. പോരാത്തതിന് നല്ല മഴയും. നിങ്ങൾക്ക് ഈ മഴയൊക്കെ ഈ ക്യാമറ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
പക്ഷെ ഇതൊരു മൂടാണ്. ഞങ്ങളിങ്ങനെ മഴയൊക്കെ നനഞ്ഞ് കയറുക. മണി ഇപ്പോൾ സമയം കറക്റ്റ് 11:15. പക്ഷെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. ക്ലൈമറ്റ് ഇപ്പോഴും സ്റ്റിൽ ആ പഴയ മൂടി തന്നെ ഉണ്ട്. എൻ്റെ മോനെ എന്ത് ക്ലൈമറ്റ് അല്ലേ, ക്ലൈമറ്റ് മേളിൽ പൊളിയായിരിക്കും. ഓ ഞങ്ങൾ കണ്ണീര് കുടിച്ചു കേട്ടോ. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇപ്പൊ പറക്കിട്ടതാ. ആണോ? പക്ഷേ അന്ന് ഞാൻ വന്നപ്പോ ഈ സ്ഥലം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഈ സംഭവം അത് ചുമ്മാ കയറി പോകൂടാ. അത് തറ മട്ട ഇരുന്ന് വരെയാണ് ബുള്ളറ്റ് ചേസ് മട്ട. നോക്കിയോ? എടാ ഇങ്ങനെ കയറണം, ഇല്ലെങ്കിൽ നിന്റെ ഇത് ഇവിടെ ഇടിച്ചിരിക്കും. ഇങ്ങനെ കയറണം, ഇല്ലെങ്കിൽ നിന്റെ അത് ഇവിടെ ഇടിക്കും. ഇല്ല കറക്കല് ബാക്ക് ചാടിച്ചും കയറി നോക്കിയേ, ചാടിച്ചു നോക്കിയേ. പൊട്ടോടാ ഫ്രണ്ടിൽ വിളിച്ചാൽ കയറൂലേ? ബാക്ക് ഇറങ്ങല്ലേ? ഇത് തന്നെ വഴി. ഒരു മര്യാദയ്ക്ക് ടയർ ഒരുപാട് കറക്കാത്ത ത്രോട്ട് എടുത്ത് കയറി വന്നാൽ മതി. ഒരുപാട് കൊടുക്കല്ലേ? പയ്യെ ആ ഇതാണ് ഇത് ആ സാധനം ടയർ തള്ളിയോ? നില്ല്. അയ്യോ എന്റെ അമ്മ ഇപ്പൊ കുറയണ പയ്യ കൊടുക്കണ. ഒന്നും കാണാൻ വയ്യ. അവിടെ എന്തിനാണോ എന്തോ കേട്ടില്ല. മറ്റേ അവനെ ബാക്കി കേട്ടെ. എന്റെ നെഞ്ചൊക്കെ വേദന എടുക്കും. വെള്ളം ഇരിക്കണം, ആരെങ്കിലും എടുക്കാതിരിക്കണം, കയ്യിലെടുക്കാൻ. അത് കയറി കുടിച്ചാൽ പോലും അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. അത് കയറുമ്പോൾ കിടക്കും. അത്
പറഞ്ഞ പടവേ പോട്ടോ. ഞാൻ ഊമ്പി ഗൈസ്. ഈ ഒരു കല്ല് കയറിക്കിട്ട് അങ്ങ് പൊക്കോളും കേട്ടോ. അത് കുഴപ്പമില്ല കയറും. ഇനി അവിടെ കയറാൻ പാടില്ല, അവിടെ കിടന്ന് കറങ്ങും. വലിച്ചു വിട്ടെടുത്താൽ മതി. ഇല്ല ബ്രോ, ഒന്നുകൂടെ ഓടത്തെ. അവിടെ ടാസ്കായി, അവിടെ കല്ലിടേണ്ടി വരും. മതി അത്രയും മതി. ഒറ്റ ചാട്ടം ചാടി വയ്ക്കുക, ചിലപ്പോൾ കയറി വരും. തിത്തേയ് തെയ് തെയ് തക തക തിത്തേയ് തെയ് തെയ്. ഇല്ല പിടിക്കണോ? പിടിക്കാം. പോട്ട് പോ. എനിക്ക് വെള്ളം വേണ്ട, വെള്ളം കുടിക്കുന്നില്ല. ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. നേരത്തെ വെള്ളം വാങ്ങടാ. എനിക്ക് വെള്ളമൊന്നും വേണ്ട. ഏത് എന്ത് പറ അശറേ, പോട്ടെ. അങ്ങ് പോണ്ട, അവിടെ പാറയുണ്ട്. കൈവിടാളെ, ചാട്. വരല് പോ. മറിക്കും. ഫ്രണ്ടിൽ നിന്ന് വലിക്കട്ടോ. ഒന്നാണ് ഇതൊരു വേണമെങ്കിലും കയറി പോവാം. നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും എവിടെ കൂടെ വേണമെങ്കിലും പോവാം. എക്സ്പ്രസ് ഇത് ഞാൻ വീഴ്ച തന്നെ കുഴപ്പമില്ല.
എടാ ഗിയർ സ്ലിപ്പ് സെക്കൻഡിൽ കിടന്ന് മയില് കണ്ട ഫുൾ പവർ. ആ ഇതാണ് ഒരു ഫസ്റ്റ് തേരി. ഇനി 2 തേരിയും കൂടെ ഉണ്ട്. 2 തേരി വേണ്ട. എൻ്റെ മോനെ മഴ. യു അഗെയിൻ വീണ്ടും വീണോ? സ്റ്റാൻഡ് അങ്ങോട്ട് തട്ടിക്കോ. പൊക്കി അങ്ങോട്ട് വിട്ടുതരാം. നമുക്ക് ഈ വണ്ടി പൊക്കി ഇങ്ങോട്ടങ്ങ് വെച്ചാലോ? പൊക്കണമെങ്കിൽ പറയണ കണക്കല്ലേ. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് ഓടിച്ചിട്ട് ബേക്കിറക്ക്. അങ്ങോട്ട് ഇവിടെ എന്തെങ്കിലും കടിക്കാനാടാ? അല്ല 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 ഇത് ഇരിക്കുന്ന വന്നില്ല അട്ട. ഓ കള 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 എന്നെ പറ്റുന്നില്ലല്ലേ? ഇവിടെ ഇവിടെ വേണ്ട ഇവിടെടാ. തായോളി അമ്പട തായോളിയാണല്ലേ ഇത്? അതെ റിവേഴ്സ് വരല്ലേ. ഇനി പയ്യെ ക്ലച്ച് മാ റിവേഴ്സ് വല്ല. വരാം. ആര് നമ്മുടെ ഉറുമ്പിക്കരയുടെ ലാസ്റ്റ് തേരി, അതായത് ലാസ്റ്റ് ടാസ്കിൻ്റെ ഉറുമ്പിക്കര എന്നാണെങ്കിൽ പറയാം. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ടാസ്ക്. ഈ ഒരു തേരി കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂടാണ്. ഇത് തേരിയും മൂടാണ്. ഇത്രയും കൂടെ ഉള്ളൂ. ആ വേറെ വഴിയാ. വേണ്ട. ഇതാണ് ഉറുമ്പിക്കര. തീർന്ന്. നിങ്ങൾ മേളിൽ അമ്പലം കണ്ടില്ലേ? ഇത് അമ്പലമല്ലേ അത്? ആ തീർന്നു. പോട്ടെ ആ ഒറ്റ ഇതിൽ തന്നെ കയറിക്കോ. അത്രേ ഉള്ളൂ. സ്വർഗം എന്നൊക്കെ പറഞ്ഞതാ, ഇതാണ് സ്വർഗം. 3-4 മാസം വീട്ടിൽ ലോക്ക്ഡൗൺ ആയിട്ട് ഇരുന്നെങ്കിൽ എന്താ ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റി. പെരുമഴയത്തൊരു വ്ലോഗ്. പെരുമഴ. പക്ഷെ എന്തായാലും കുറേ നാൾക്ക് ശേഷമുള്ള ഈ റൈഡ് വളരെ അടിപൊളിയായിരുന്നു. കട്ടൊക്കെ എൻജോയ് ചെയ്തു. ഇത്രയും നേരമായിട്ട് ഒരു ലേശം ടയേർഡ് പോലും ഇല്ല, ഈവൻ ഫുഡ് പോലും ഇല്ല. എന്നിട്ട് പോലും അങ്ങോട്ടൊക്കെ ഡാം. അതാണ്ടാ അയ്യോ ഇതിന്റെ എങ്ങനെയാണോ എന്തോ ഇതിന്റെ അവസ്ഥ. ഇറങ്ങി നോക്കല്ലേ?
പൊളി. അയ്യോ നല്ല രസമുണ്ടത്. ആരാടാ പറഞ്ഞ അവിടെ ആഴയില്ലെന്ന്? എടാ ഇത്രയും നേരം വീഴാത്തോണ്ടാണെന്ന് തോന്നുന്നു, വെറുതെ ഒന്ന് വീണ്. ഏത് വഴിയാണ്? നമ്മളൊക്കെ ആ വഴിയാണ് വന്നത്, നമുക്ക് വഴി എത്തി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉറുമ്പിക്കര ട്രിപ്പ്, അതായത് ഉറുമ്പിക്കര ഓഫ് റോഡിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു മോട്ടോ വ്ളോഗിങ്, ഒരു ട്രാവൽ വ്ളോഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അടുത്ത ഈ വീഡിയോ കൊള്ളാമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അടുത്ത ട്രാവൽ വ്ളോഗുകളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതിലേക്കും ബൈ ബൈ.